പിടിച്ചോ തൂക്കോ കിട്ടണല്ലേ. അപ്പോൾ നമ്മൾ നാടൻ ബ്ലോഗേഴ്സ് നല്ല 60 കിലോൻ്റെ തെരണ്ടീനെ അങ്ങനെ പൊക്കിയെടുത്ത് വന്നിട്ടുണ്ട്. കയ്യൊക്കെയുള്ള തെരണ്ട കേട്ടോ, നമ്മുടെ റൗണ്ടിലുള്ള വലിയ സാധനമല്ല. അപ്പോൾ കടലിൻ്റെ അടിയിലുള്ള സാധനമാണെന്നാണ് കരുതണത്. എങ്ങനത്തെ തെരണ്ട വെച്ച് നമുക്കറിയില്ല. നമുക്ക് ചെന്നോ നല്ല തെരണ്ട ഉണ്ട് പറഞ്ഞു, കൊണ്ടേക്കോളിയും പറഞ്ഞു, നമ്മൾ എടുത്തു പോന്നു. കറി വെക്കണം പൊരിക്കണം അപ്പോൾ പറയണം. അപ്പോൾ നമ്മളേ ഉരുളി കൊള്ളേണ്ട രീതിയിൽ ഇതിൻ്റെ 2 കൈയും വെട്ടിയെടുത്തിട്ട് ബാക്കി നമ്മൾ ഉരുളിയിട്ടാണ് പൊരിക്കാൻ പോവാണ്. സെറ്റ് ഒരു സൈഡ് വന്നോ, ഇനി നമ്മൾ പിടിച്ചോളൂ. എൻ്റെ ദേവിയേ പൊക്കിക്കോ മാനേ. ഈ ഒരു തെണ്ടിയുടെ വാല് തേങ്ങയുടെ മൂട് കാലിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കളിച്ചിട്ട് നിൽക്ക് ഇടല്ലേ തൂക്കിയിട്. ആ പോട്ടെ കമ്പിയെടുക്കല്ലേ. ഇതേ ഒന്ന് നേരെ എടുക്കേണ്ട ഒരു കഷ്ടപ്പാടും കൂടി ഉണ്ട്. ഇവിടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് നൈസിൽ വരഞ്ഞിട്ട് ഇതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും കൊടുക്കണം. വേസ്റ്റ് കേട്ടോ, നമുക്കിടേ നേരേക്ക് എടുക്കാം. ഓ കഷ്ടപ്പെട്ടിട്ടേ നേരെ തല വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സാധനം മുറിഞ്ഞു പോകാൻ പാടില്ല, അതിനും വേണ്ടിയിട്ടാണ്. എന്നാ തല പിടിച്ചോ. ഈ എന്താ തല, അതിന് കുറച്ച് ഇറച്ചിട്ടാണ്ട് കഴിയുമ്പോൾ ശരിയായിക്കോ പോരെ. ഒന്നും നോക്കണ്ട, തേമ്പഴ ഇട്ടെടുത്തോ. ഇതൊന്നും കഴുകലായി കൂട്ടണ്ട, ഒക്കെ കഴുകാൻ ഈ വേറെ പരിപാടി ഉണ്ട്. ഒക്കെ ചോരന്നോട് പോട്ടെ. വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ തോലൊരിക്കലും നടക്കില്ല പരിപാടി. നേരെ ഇത് വൃത്തിയാക്കി കൊടുക്കാം. ഇതിൻ്റെ ഈ കയ്യോ നമ്മുടെ ഉള്ളിൽ കൊള്ളുന്നില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഈ സാധനം കയ്യോ നമുക്ക് വേണ്ട തന്നെ. ഇത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇതിന് ഉരച്ചൊരച്ച് തേങ്ങയുടെ മൂട് കത്തിയൊക്കെ മൂർച്ച പോയി. അല്ലെങ്കിൽ ഇപ്പം എന്താ നമ്മുടെ കത്തി മൂർച്ചുള്ളല്ലേ. നമ്മളേ നമ്മൾ ഒരു ചിറക് മാത്രം എടുത്തിട്ടുണ്ട്, മറ്റേത് അങ്ങനെ പോണില്ല സാധനം, അലാക്കിൻ്റെ വലുപ്പം. ഇനി ഇത് നേരെ ഇതിൻ്റെ ഉള്ളിൽ നേരെ വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ നേരെ തേമ്പി പിടിപ്പിക്കാനുള്ളതാണ്. ഇനിയേ ലസം മസാല കൂട്ടാനുള്ള പരിപാടി ഉണ്ട്. അതിനും വേണ്ടിയിട്ട് ലസം ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി വേണം കുറച്ച് തോനെ, നല്ല മീനാണ് അതുകൊണ്ടാണ്. കുറച്ച് കുരുമുളക് പൊടി. ഇനി ഇതൊന്നും പോരാത്തതിന് ഇവിടെ ചെറിയൊരു കുജ്ജുണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അരച്ച് തേമ്പി വിട്ടത് പോട്ടെ. ഇതിൽ പ്ലസ്സേ ഓയിലും കൂടി വെച്ചിട്ട് വേണം ആ മസാലയുടെ ഒരു പരുവം വരുത്താൻ. നമ്മുടെ ഫുള്ള് തെരണ്ടിക്കേ തേമ്പി വിടാനുള്ള മസാലയാണിത്. ഒരു പരുവായിരിക്കുന്നുണ്ട് മസാലേ. നല്ല സെറ്റ് റെഡി കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. സൈഡിൽ വെച്ചോ. ഈ എൻ്റെ പൊന്നെ എന്താ മീൻ ഇതൊക്കെ അല്ലേ തേമ്പി വിടല്ലേ മസാല. അതിൻ്റെ ഉള്ളിലൊക്കെ നേരെ പോണം മസാല. പൊരിച്ചെടുക്കാൻ പോവാണ് ഉമ്മമാരെ. ഫുള്ള് ഫില്ലാട്ടോ.
ഒരു കൈയേ മസാല തേമ്പിട്ടുണ്ട് കേട്ടോ. പോരട്ടെ മറ്റേ കൈ കൊണ്ടുവരാം. വേഗം വെക്കേ. ഇതിൻ്റെ മേലെ കയറ്റി വിട്. എൻ്റെ മോനെ എടുത്തൊന്നാ മസാല എന്നാ ഇഷ്ടംമാതിരിയാണ്. അപ്പോളേ 2 കയ്യും നേരം മസാല വെച്ച് തേമ്പി പിടിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ഏതായാ ഇല്ല കണ്ണിക്ക് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് നേരേ ഇമ്മമാരിവിടെ ഇരിക്കട്ടെ. എണ്ണ കൊടുക്കണം അപ്പോഴേക്കും. കയറ്റ് ഉരുളിയേറ്റ് കത്തിയില്ലേ? നേരെ കത്തിയില്ലേ? അപ്പളേ ഓയിൽ പൊട്ടിച്ചോ. ഇതെന്ത് തട്ടടോ? കുറച്ച് തോന വേണം ഓയില്. തേങ്ങ മൂടുന്ന് പൊട്ടുന്നില്ല. എണ്ണേ നേരെ ചൂടായിരിക്കുന്നുണ്ട്. ഇറക്കി കൊടുക്കല്ലേ നമ്മുടെ ഒരു മീനിനെ? ഒരു മീനല്ല, ഒരു മീനിനല്ലേ. എൻ്റെ പൊന്നെ എന്താ കനം. മെല്ലെ ഇങ്ങനെ എനിക്കിങ്ങനെ വെച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങോട്ട് ആ തിളക്കണ തിള ഉണ്ടോ? എന്താ അതിൻ്റെ അടിയിൽ നിന്ന് കുമിയാണ് സാധനം. പൊട്ടാണ്ട് കിട്ടിയാൽ നമ്മുടെ ഭാഗ്യം. തിരിച്ചിടാൻ പറ്റുമല്ല എന്നുള്ള വേറെ വിഷയം. പൊങ്ങട്ടെ. ഇപ്പോൾ ഇത് തേങ്ങ പൊങ്ങട്ടെ. പിടിച്ചോ. എന്താ പൊന്നോ നടക്കണില്ല കേട്ടോ. ഇതിപ്പോൾ തേവി കൊടുത്ത് വേവിക്കേണ്ടി വരുമോ? സംഭവേ നമ്മളെ കൊണ്ട് അങ്ങനെ മറിച്ചിടല് നടക്കണില്ല. തിരിച്ച് മറിച്ചിട്ടോ. മുറിച്ചിട്ട് മറിച്ചിടുക, അതേ നടക്കുള്ളൂ പരിപാടി. വന്നിട്ടുണ്ട് എന്തായാലും. വെന്ത് തുടങ്ങിട്ടോ. വേഗം അധികമാണെങ്കിലേ ഉള്ളൂ. സംഭവം മത്തിയായാലും പൊരിക്കുമാര് സാധനം കിട്ടില്ലെന്നേ ഉള്ളൂ. സംഭവേ മറിച്ചിടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പ്ലാന് മാറ്റി. അവിടെ നിന്ന് കാട്ടിക്കാം. ഇതാ അത് വടക്കി ഇത് മതി കേട്ടോ. നമ്മളിങ്ങനെ പീസ് വെട്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് പൊരിക്കണില്ല. നമ്മളെന്തായാലും ഈ സാധനം കറിയൊക്കെയാണ്. നമ്മൾ കുറേ ഉള്ളിയും തക്കാളിയും സാധനങ്ങളൊക്കെ വെട്ടി സെറ്റപ്പാക്കി ആദ്യം വെച്ചായിരുന്നു. ആദ്യം കറി വെക്കാനായിരുന്നു പ്ലാന്. പിന്നെ അത് മാറ്റിയിട്ട് വറുക്കാനായി. പിന്നെ അത് മാറ്റിയിട്ട് വീണ്ടും കറി വെക്കാനായി. ഒരവസ്ഥാന്തരങ്ങളെ. എന്തായാലും മസാലയൊക്കെ വെച്ചാലേ മസാല കുടിച്ചിട്ടുണ്ടാവും. ഇനി നേരെ നമുക്ക് കറിയാക്കാം. ഒരു പീസ് വറക്കും ചെയ്യാം, ഒരു പീസ് കറിയാക്കാം. അപ്പോളേ പാതി ചിറക് നമുക്ക് ഇതാക്കണം, കറിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉരുളി നല്ല കുറച്ച് ഓയിൽ കേട്ടോ. സവാള കേട്ടോ. രസം അധികം ഉണ്ടോ? തക്കാളി ഇട്ടല്ലേ നമ്മളെ ഉള്ളിലൊക്കെ നേരെ വളർന്നു വരുന്നുണ്ട്. എന്താ കളർ അല്ലേ? പക്ഷേ ഫിഷ് മസാല, മുളക് പൊടി ഉണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്, 10 സാധനം. കുരുമുളക് കൂട്ടോ, ഒന്നും പൊടിക്കില്ല, ഒക്കെ കേട്ടോ. കുറച്ച് മസാലയ്ക്ക് കുറച്ച് വെള്ളം കയറ്റി കേട്ടോ. ഒഴിച്ചോ നീ. അത് മതി പോട്ടോ. കുടമ്പുളി വെള്ളത്തിലിട്ടുണ്ട് ആ സാധനം. പുളി പിടിക്കൊന്നുമില്ല, നല്ല വെറുതെ ഇരിക്കട്ടെ. നമ്മളേ മസാലയുടെ വെള്ളം നേരെ തളമുട്ടി വരുന്നുണ്ട്. പുറത്തേക്ക് വരുത്, അങ്ങനെ വിടട്ടെ.
ആ അത് കൊള്ളാം. വലിയ പീസ് അല്ലേ മുങ്ങി കടന്നിട്ട് വെള്ളത്തിൽ കിടക്കട്ടെ. വെള്ളം കറി സെറ്റപ്പ് മണക്കാറുണ്ട്. അപ്പോളേ നമ്മുടെ മീൻകറിയൊക്കെ ഏറെക്കുറെ സെറ്റാണ് സാധനം. നേരം മാതിരി നമ്മുടെ മീനൊക്കെ നേരെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല 4 തളയും ആയുവൊക്കെ വന്നിട്ട് സെറ്റായിരിക്കുന്നുണ്ട്. നല്ല കറിവേപ്പിൻ്റെ ഇല കേട്ടോ, സെറ്റപ്പ് സാധനം. ഇതിലിങ്ങനെ തൂവി ഇങ്ങനെ ഇട്ടെടുത്തോണ്ടിരിക്കണം. എന്നാൽ സാധനം ഇങ്ങനെ അടിപൊളിയായി വരും. നമ്മളേ ലെസ് നെയ്ച്ചോറോണുന്നുണ്ട് കേട്ടോ. നമുക്ക് പോരെ, കുറച്ച് മതി, എന്നാലും മതില്ല, കുറച്ച് മതി ഇരിക്കട്ടെ. നമ്മളേ തിളക്കണ കറിയിൽ നിന്ന് നമുക്ക് കഴിക്കാനുള്ളത് പിടിച്ചോ. ഒരു സൈഡിലേക്ക് പോരെ, സെൻട്രിക്കാണോ നെയ്ച്ചോറിൻ്റെ ടേസ്റ്റ് കൂട്ടോ. കണക്ക് അത്രയൊക്കെ മതി. നല്ല പീസുണ്ടേ. ആ മതി അല്ലേ. അപ്പോളേ നമ്മുടെ തെരണ്ടീനെ ഇവിടെ പൊരിച്ചിട്ട് വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കോളേ, ഒന്നും നോക്കൊന്നും വേണ്ട. അപ്പോൾ അതാ നമ്മളൊരു കൈ എടുത്തിട്ട് വറുത്തിട്ട് അതിൻ്റെ ഒരു പീസും ഇവിടെ വെച്ചിട്ടുണ്ട്, കറിയാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പീസ് എടുത്തിട്ടോ. വെറും ചോറൊന്നല്ല, ആദ്യം വറുത്തെടുക്കുക. ഇതായിരിക്കും സാധനം. കാണുന്നുണ്ടോ? നേരെ ഒരു പാടം അയക്കണേ. നിങ്ങൾ ഏതാടുത്തുണ്ട് കറിയാ? വറുത്തതോ? വറുത്തും പോരാ അല്ലേ? വറുത്തത് പോരാ, വറുത്തൊരു നമുക്ക് നമ്മുടെ ഒരു ടേസ്റ്റർ ആയിട്ടില്ല. നമ്മുടെ ഒരു മസാലയും ഒരു സെറ്റപ്പ് വൈബാണ് ഒന്നുമില്ല. പോരാതെ നമ്മളാ ഒരു കൈ അങ്ങനെ വരഞ്ഞിട്ട് പൊരിച്ചെടുത്തന്നല്ലേ, ആ ഒരു വൈബ് വന്നിട്ടില്ല സാധനം കേട്ടോ. ഇനി കറിയുന്നൊരു പീസ് നല്ല മീറ്റാണ്, സെറ്റപ്പ് സാധനമാണ്. ഇനി ടേസ്റ്റ് മാത്രം നോക്കിയായി. സൂപ്പർ. കറി നോക്കി നോക്കിയോ, കറിന്ന് അത്യാവശ്യം കൊള്ളാം. മെയിൻ സാധനം നെയ്ച്ചോറുണ്ട്, നെയ്ച്ചോറും നമ്മുടെ തെരണ്ടിക്കറി കാണാല്ലേ. വറുത്തല കുറവ് കറിയിൽ പിടിച്ചിരുന്നു അല്ലേ? നല്ല കുറവ് ചോറിൽ പിടിച്ചിരുന്നു. ഭയങ്കര ചൂട്. നെയ്ച്ചോറ് എന്തായാലും പുറത്തുനിന്ന് കൊണ്ടിച്ചോണ്ട് വന്നിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കമന്റ് കേട്ടോ, ഞാൻ എന്തിനാ അതാണ് വേണ്ടത്. നമ്മൾ കറിന്ന് എടുത്തോളെ, മറ്റോ സാധനം നമുക്കൊരു അതിൻ്റെ സെറ്റപ്പ് വന്നിട്ടില്ല നമുക്ക്. നമ്മുടെ പിന്നെ കറിയിൽ പീസിൽ ഇത് പിടിക്കാനുമുണ്ട് പുളി. അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അമ്പലത്തിലെ പാട്ടും കണ്ടു കുറേ നേരമായി. അതേമാതിരി നമ്മൾ സ്വാഭാവികമായിട്ടും വൈകി. അപ്പം എന്തായാലും പരിപാടികൾ കഴിഞ്ഞു. ഇനി ഇത് കഴിക്കുക, പാത്രം മൂറുക, പോവുക, അതേ ഉള്ളൂ. എന്തായാലും ലൈക്ക് സബ്ബ് അങ്ങനത്തെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് സാന്നിധ്യം അറിയിച്ചിട്ട് പോവുക. അപ്പം അത്രയുള്ള പരിപാടി.